വൻ അഴിച്ചുപണിക്കൊരുങ്ങി കോൺഗ്രസ്. പ്രിയങ്ക ഗാന്ധിക്ക് പ്രത്യേക ചുമതല നിശ്ചയിച്ചേക്കും. കേരളത്തിലടക്കം പുതിയ PCC അധ്യക്ഷന്മാർ വരുമെന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. വരുന്ന അടുത്ത 5 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ കോൺഗ്രസ് ആകട്ടെ പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ്. പ്രത്യേക ചുമതലയില്ലാതെ തന്നെ AICC ജനറൽ സെക്രട്ടറിയായി തുടരുന്ന പ്രിയങ്ക ഗാന്ധിക്ക് ചുമതല നിശ്ചയിച്ചേക്കുമെന്നും ഇവിടെ വാർത്തകൾ സൂചിപ്പിക്കുന്നു. രാഹുൽ ഗാന്ധി വിദേശയാത്ര അവസാനിപ്പിച്ച് തിരികെ എത്തുന്നത് ആ ഒരു കണക്കുകൾ അനുസരിച്ചുകൊണ്ടാകും പുനർസംഘടനയിൽ അന്തിമ തീരുമാനമുണ്ടാകുക എന്നതാണ് റിപ്പോർട്ട്. KPCC അധ്യക്ഷ പദവി നിർബന്ധിച്ച് അവിടെ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കെയാണ് കോൺഗ്രസ് അധ്യക്ഷയുമായി തന്നെ കൂടിക്കാഴ്ചയ്ക്ക് ജോസഫ് വാഴയ്ക്കാൽ ഇവിടെ തലസ്ഥാനത്ത് എത്തിയതായിട്ടുള്ള ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകിയിരുന്നുവെങ്കിലും അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി എന്നതാണ് വിവരം. അതായത് കേരളത്തിലടക്കം ഇപ്പോൾ ഈ ഒരു നേതൃമാറ്റം അല്ലെങ്കിൽ ഇത്തരത്തിൽ പുനർസംഘടന ഉണ്ടാകുമെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ നേതാക്കളടക്കം വലിയ പ്രതീക്ഷയിൽ അവർ ഇപ്പോൾ അവിടെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ വാഴയ്ക്കൽ ഇന്ന് കണ്ടേക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടിക്ക് മുഴുവൻ സമയ അധ്യക്ഷനെ ഉടൻ നിയമിക്കണമെന്നും സീനിയോറിറ്റിയും മറ്റും പരിഗണിക്കുമ്പോൾ പദവിക്ക് താൻ യോഗ്യനാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അതേപോലെ തന്നെ ദളിത് പ്രാതിനിധ്യവും സീനിയോറിറ്റിയും പരിഗണിച്ചുകൊണ്ട് തനിക്ക് അവിടെ പരിഗണന ലഭിക്കുമെന്നതാണ് കൊടിക്കുന്നിൽ സുരേഷ് പോലും കണക്കാക്കുന്നത്. കഴിഞ്ഞ തവണ പ്രസിഡന്റിനെ നിശ്ചയിക്കുമ്പോൾ അവസാനം വരെ പരിഗണിക്കപ്പെട്ട പേരായിരുന്നു ആന്റോ ആന്റണിയുടേത്. UDF കൺവീനറായ അടൂർ പ്രകാശ്, നേതാക്കളായ PS ശിവകുമാർ, ശരത് ചന്ദ്രപ്രസാദ് തുടങ്ങിയവരും ഈ ഒരു മുൻനിരയിൽ തന്നെ രംഗത്തുള്ളവരാണ്. ഈ ഒരു രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു രീതിയിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും അവിടെ കളം ഒരുങ്ങുന്നത്. രാഹുൽ ഗാന്ധി വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷമാകും പുനർസംഘടനയിൽ അന്തിമ തീരുമാനമുണ്ടാകുന്നത്. കേരളത്തിന് പുറമെ തന്നെ രാജസ്ഥാൻ, പഞ്ചാബ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ പുതിയ PCC അധ്യക്ഷന്മാരെ നിയമിച്ചേക്കും. 2028 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുകൊണ്ട് തന്നെ സച്ചിൻ പൈലറ്റ് രാജസ്ഥാൻ PCC അധ്യക്ഷൻ പദവി വീണ്ടും ഏറ്റെടുത്തേക്കും. അതുപോലെ തന്നെ പഞ്ചാബിൽ പാർട്ടിയുടെ തിരിച്ചുവരവ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ഇവിടെ ഉണ്ടായേക്കും. നിരവധി സംസ്ഥാനങ്ങളിലെ പാർട്ടി ചുമതലക്കാരെയും മാറ്റി നിയമിച്ചേക്കുമെന്നും ഇവിടെ റിപ്പോർട്ടുണ്ട്. അസാമിന്റെ ചുമതലയുണ്ടായിരുന്ന ജിതേന്ദ്ര സിംഗ് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ രാജിവെച്ചതായും ഇവിടെ സൂചിപ്പിക്കുന്നു. ഹരിയാനയുടെ ചുമതലയുണ്ടായിരുന്ന BK ഹരിപ്രസാദിനെ കർണാടക PCC അധ്യക്ഷനായി തന്നെ നിയമിച്ചു. തമിഴ്നാടിന്റെ ചുമതലയിലുണ്ടായിരുന്ന ഗിരീഷ് ചേതങ്കറെ ഗോവ PCC അധ്യക്ഷനായും നിയമിച്ചിരിക്കുകയാണ്. ബീഹാർ, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കും പുതിയ ചുമതലക്കാരെ എത്തിയേക്കും. അല്ലെങ്കിൽ അവർക്ക് പുതിയ ചുമതലക്കാരെ നയിക്കാനുള്ള രീതി ഇവിടെ ഉണ്ടാകുമെന്നതാണ് വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ കേരളത്തിൽ PCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിയായതോടെയാണ് പുതിയ അധ്യക്ഷനായുള്ള ചർച്ചകൾ സജീവമായത്. KPCC പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് മുതിർന്ന നേതാവായ ജോസഫ് വാഴയ്ക്കാൽ രംഗത്ത് വരികയാണ്. അദ്ദേഹമാകട്ടെ ഡൽഹിയിലെത്തുന്ന ജോസഫ് വാഴയ്ക്കാൽ AICC നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, VS ശിവകുമാർ, ശരത് ചന്ദ്രപ്രസാദ് തുടങ്ങിയവരും ഈ ഒരു മുൻനിരയിൽ തന്നെ ഈ ഒരു പദവിക്കായി തന്നെ രംഗത്തുണ്ട്. അതേസമയം വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇത്തരം ഒരു അഴിച്ചുപണി ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഒരുങ്ങുന്നത്. പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഇവിടെ കോൺഗ്രസിനെ നയിക്കേണ്ടതുണ്ട് എന്നതും മാത്രമല്ല, അവർ കേന്ദ്രത്തിൽ ഒരു പിടി അവർക്ക് അല്ലെങ്കിൽ ആ കേന്ദ്രം എന്ന ഒരു സ്വപ്നം അവർ കാണുന്നതിനാൽ തന്നെ അതിനുമായുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മുൻനിരയിൽ തന്നെ നീക്കുന്നത്. ഇനിയൊരു സ്ഥാനമില്ലാതെ തുടരാൻ കേന്ദ്രത്തിൽ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ആകട്ടെ വലിയൊരു ശക്തി പ്രകടനത്തിനായി തന്നെ ഇപ്പോൾ പല കാര്യങ്ങളും അണിയറയിൽ അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു കളം നിറയ്ക്കുന്നത്. എന്നാൽ തലപ്പത്ത് രാഹുൽ ഗാന്ധി നയിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതി ഇവിടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഇരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ കോൺഗ്രസിനെ നയിക്കുന്നിടത്തോളം കാലം ഇത്തരം ഒരു വിജയം തങ്ങൾക്കുണ്ടാകില്ല എന്ന മനോഭാവം കൊണ്ടും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അതൃപ്തി പ്രകടിപ്പിക്കുന്നവരും ഇവിടെ കുറവല്ല എന്നതാണ് ചില രീതിയിൽ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.